ആയാഷ്, എന്താണ് നമുക്ക് പെരുന്നാളല്ലേ വരുന്നത്? ഈദ് മുബാറക്. ഇതിനെന്താ നീ ചെയ്യാൻ പോണത്? എവിടെയൊക്കെ പോവും? വീട്ടിൽ പോകും. എന്നിട്ട് കളിക്കോ? ഏതായാലും പെരുന്നാൾ ദിവസം എന്ന് പറഞ്ഞാൽ, ഇനി പെരുന്നാൾ എന്നല്ല, ഏതൊരു ആഘോഷ ദിവസമാണേലും നമുക്ക് എന്താണ്, കളിക്കാനോ ചിരിക്കാനൊക്കെ ഉള്ള ദിവസമാണല്ലോ അല്ലേ? അപ്പോൾ ആ ഒരു ദിവസം നമ്മൾ എപ്പോഴും മെമ്മോറബിൾ ആവണം. മിടുക്കരായ കുട്ടികൾക്കൊക്കെ നമ്മൾ അവരെ മിടുക്ക് വർദ്ധിപ്പിക്കാനും മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ ഉള്ള ദിവസമായിട്ട് ആഘോഷവേളകൾ മാറണം. നമ്മളെപ്പോഴെങ്കിലുമൊക്കെ കുടുംബക്കാരെ കാണുള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം, അവരെ കൊണ്ട് ഇങ്ങനെ പാട്ട് പാടിപ്പിക്കുക. ഞാനൊക്കെ ചെയ്തത് എന്താ വെച്ചാൽ, പെരുന്നാൾ ദിവസം ഒരു വലിയ മൈക്കും സെറ്റൊക്കെ കൊണ്ടുപോകും. ആയാഷേ ഒരു പാട്ട് പാടും. ആ പാട് ഒരു വരി. ഓക്കെ, അങ്ങനെ എന്ത് ഇല്ലുമിനാറ്റി ഇങ്ങനെ പാട്ട് കളിച്ച് രസിച്ച് കുട്ടികളെ കൂടെ നമ്മൾ സ്പെൻഡ് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക, നമ്മളെപ്പോഴും ഒരു കുട്ടികളെ കൂടെയുള്ള ദിവസങ്ങൾ സമയങ്ങളൊക്കെ മെമ്മോറബിൾ ആക്കാൻ എന്ത് ചെയ്യണമെന്ന് അറിയാം. നമ്മൾ അവരെ കൂടെ എന്തെങ്കിലും ഇപ്പം പാമ്പും കോണിയും പോലത്തെ ഗെയിംസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ നമുക്ക് വേണം ടോം പറയുന്നു എന്നുള്ളൊരു ഗെയിം കളിക്കാം കേട്ടോ. ഞാൻ ടോം പറയുന്നത് നീ അനുസരിക്കണം, ഞാൻ പറയുന്നത് അനുസരിക്കരുത്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ വേണം ഇങ്ങനെയല്ല, ടോം പറയുന്നു കൈ പൊക്കാൻ. യെസ്, ആയാഷ് അങ്ങനെ വിജയിച്ചിരിക്കുകയാണ്. ടോം പറയുന്നു കൈ താഴ്ത്താൻ. കൈ പൊക്കൂ. ഞാൻ പറയുന്നത് കേൾക്കരുത്, ഞാൻ പറയുന്നത് കേൾക്കാൻ പാടില്ല. ടോം പറയുന്നു കൈ താഴ്ത്താൻ, ടോം പറയുന്നു കൈ താഴ്ത്താൻ. ഓക്കെ, ടോം പറയുന്നതേ കേൾക്കാവൂ കേട്ടോ. ഞാൻ പറയുന്നു കൈ പൊക്കാൻ. പൊക്കിയില്ല, ആയാഷ് പൊക്കിയില്ല. അപ്പോൾ ആയാഷ് വിജയിച്ചിരിക്കുകയാണ്. ഇങ്ങനത്തെയൊക്കെയുള്ള ഗെയിംസ് കളിച്ചിട്ട് നമ്മൾ കുട്ടികളെ കൊണ്ട് അവർക്ക് ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഗെയിംസൊക്കെ കളിച്ചിട്ട് നമ്മൾ മെമ്മോറബിൾ ആക്കി. പിന്നെ എമോഷൻസ് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ആയാഷിനോട് പറയാം, നീ ഇപ്പോൾ ഹാപ്പിയാണോ? നിൻ്റെ ഹാപ്പിക്ക് 10 എത്ര മാർക്ക് കൊടുക്കും? 10 ഔട്ട് ഓഫ് 10 വേണം. അത് ആയാഷ് അല്ലേ, നല്ല ഫുൾ മാർക്ക് അല്ലേ? അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ കളിച്ചിട്ട് നല്ല മെമ്മോറബിൾ ആക്കിയെടുക്കണം. നമ്മളെ കുട്ടിക്കാലത്തൊക്കെ പണ്ട് ആൾക്കാർ ഓരോ വിരുന്നുകാരൊക്കെ വരുന്ന ഓർമ്മകൾ നമ്മൾ ബാക്കിയാക്കാറുണ്ടല്ലോ. അല്ലാണ്ട് അവിടെയൊക്കെ പോയിട്ട് അനാവശ്യമായി രാഷ്ട്രീയവും മതവും ഇത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തർക്കിക്കാൻ നിൽക്കരുത്. എപ്പോഴും നമുക്ക് അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആയാഷ് ഇപ്പോൾ സ്കൂളിലോട്ട് പോകാനൊക്കെ റെഡിയായി നിൽക്കുകയാണ് അല്ലേ? സ്കൂളിൽ പോകാൻ റെഡി നിൽക്കുക നീ? ഓക്കെ, അപ്പോൾ ഏതായാലും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈദ് മുബാറക്. ഓക്കെ.